ശൂരനാട് വടക്ക് വില്ലാടസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ഓഗസ്റ്റ് 3 നടക്കും. പിതൃപൂജ, തിലകഹോമം എന്നിവയ്ക്കും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആനയടി ശൂരനാട് വടക്ക് കാഞ്ഞിരംകടവ വില്ലാടസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയും പിതൃതർപ്പണ ചടങ്ങുകളും ഓഗസ്റ്റ് 3 നടക്കും. പുലർച്ചെ 4 മുതലാണ് ബലിതർപ്പണം, പിതൃപൂജ, തിലഹോമം, വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവ നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിന് മുൻവശത്തുള്ള സേവപന്തലിൽ ഒരേ സമയത്ത് 500 പേർക്ക് ഇരുന്ന് നമ്മൾ ആ മന്ത്രോച്ചാരണങ്ങളൊക്കെ കൃത്യമായി ഉരുവിട്ട് പിന്നീട് കർമ്മങ്ങളെല്ലാം അതിൽ അർപ്പിച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനമായിരുന്നു നേരത്തെ തൊട്ട് നടന്നു വരുന്നത്. ഈ വർഷം അതേപോലെ തന്നെ വളരെ പവിത്രമായി വ്യക്തിപരമായിട്ടാണ് അത് നിർവഹിക്കപ്പെടുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, മറ്റൊരിടത്ത് നമ്മൾ പോയി പിന്നീട് വലിയ ക്ഷേത്രങ്ങളല്ലാതെ മറ്റെവിടെ പോയി നമ്മൾ കടത്തിൽ എന്തൊക്കെ ബലിയിട്ട് കഴിഞ്ഞാൽ തിലകവനം നമുക്ക് നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് ക്ഷേത്രത്തിൽ പോയി ബലിയിട്ടെങ്കിൽ മാത്രമേ, എല്ലാ ക്ഷേത്രത്തിലും അതില്ല. പക്ഷേ നമ്മുടെ ഈ വില്ലാടസ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ശിവനും പാർവതിയും ഉൾക്കൊള്ളുന്ന ഒരു സ്വരൂപമായതിനാൽ അവിടെ നമ്മൾ പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലിൽ വെച്ച് ഹോമകുണ്ടമൊക്കെ തയ്യാറാക്കി 3 ശാന്തിക്കാരുടെ മേൽനോട്ടത്തിൽ വരുന്ന ഓരോരുത്തരുടെയും മരിച്ച ആളുകളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് ഓരോരുത്തർക്കും തിലകഹോമ നടത്തി കൊടുക്കാനുള്ള സൗകര്യം. കുന്നത്തൂർ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ നിയന്ത്രണത്തിലുള്ളതാണ് വില്ലാടസ്വാമി ക്ഷേത്രം. സ്ത്രീകൾക്ക് ബലിയിടാനുള്ള എല്ലാ സൗകര്യങ്ങളും പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഡ്രസ്സ് മാറുന്നതിനും ബലിയിടുന്നതിനും കുളിക്കുന്നതിന്, ആറ്റിലിറങ്ങാൻ വയ്യാത്തവർക്ക് അവർക്കും കുളിക്കുന്നതിന് പ്രത്യേക കടവൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറ്റമറ്റ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ വരുന്ന ജനക്കൂട്ടത്തിന് കിട്ടത്തക്ക രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ NSS യൂണിയൻ പ്രസിഡന്റ് VRK ബാബു, യൂണിയൻ സെക്രട്ടറി T അരവിന്ദാക്ഷൻ പിള്ള, തോട്ടുവ മുരളി, N ശാന്തകുമാർ, T രവീന്ദ്രകുറുപ്പ്, C പ്രസന്നൻ പിള്ള, കൃഷ്ണൻകുട്ടി, കലാധരൻ പിള്ള, ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.